അപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് കുറച്ച് പൂവ് വേണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ മോള്. അപ്പോൾ ആ പൂവ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. തറവാട്ടിൽ മാമ ചെറുതായിട്ട് പൂവിൻ്റെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ചേ ഉള്ളൂ കേട്ടോ. ഫസ്റ്റ് ആദ്യമായിട്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ സക്സസ് ആയി. അപ്പം മാമ പറഞ്ഞു ഇങ്ങനെ പൂവുണ്ട്, നീ വന്ന് പൊട്ടിക്കുന്ന കുറപ്പം ഞങ്ങൾ പൊട്ടിക്കാൻ വന്നതാണ്. വന്ന വഴിക്ക് പൂ പൊട്ടിക്കാനാണ് വന്നത്, പക്ഷെ നടന്നത് ചിക്കൻ കഴിക്കലാട്ടോ. എൻ്റെ അമ്മമ്മ അവളുടെ മുത്തശ്ശി നല്ല ചിക്കൻ വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ പൂ പൊട്ടിക്കുന്നതൊക്കെ ചെറുതായിട്ട് മറന്നിട്ട് ചിക്കനിലേക്ക് കടന്നു. നല്ല അസൽ വരട്ടി ചിക്കനായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇരുന്നിട്ട് കുറച്ചേരം അതൊക്കെ ഇരുന്ന് കഴിച്ചു, വെറുതെ അതിലിരുന്ന് കഴിച്ചു. പിന്നെ ഞങ്ങൾ പൂ പൊട്ടിക്കാൻ പോയിട്ടോ. കുറച്ച് വീട്ടിലിടാനും വേണം, കുറച്ച് ഞങ്ങൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനും വേണമായിരുന്നു. നല്ലോണം റോസാപ്പൂക്കൾ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് നല്ല വിരിഞ്ഞ പൂക്കളായിരുന്നു. അടിപൊളി രസമായിരുന്നു കാണാൻ. നേരിട്ട് കാണാനായിരുന്നു കേട്ടോ ഏറ്റവും ഭംഗി. കണ്ടോ എന്ത് രസാ. അപ്പം ഞങ്ങൾ കുറച്ച് ഒരുപാട് പൊട്ടിക്കാൻ തോന്നുന്നല്ല, അതുമൊന്ന് പൊട്ടിക്കാനേ നമുക്ക് തോന്നില്ല, അത്ര രസമായിരുന്നു. നമുക്ക് വേണ്ടത് മാത്രം, അനാവശ്യമായിട്ട് നമ്മൾ പൊട്ടിച്ചില്ല, വേണ്ടത് മാത്രമേ എടുത്തുള്ളൂ. പിന്നെ ഇതൊക്കെ മാമിൻ്റെ കൃഷി കേട്ടോ. ഇനിയിപ്പോൾ അവിടെയൊക്കെ നേരാക്കാണ്ട് പുതിയത് വെക്കാണ്ട് പറഞ്ഞിരുന്നു. ഇതാട്ടോ ചെറുതായിട്ടൊരു ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് ഇങ്ങനെ. അപ്പോൾ നല്ല പൂവിട്ടു. ഇനി അടുത്ത കൊല്ലം ഒരുപാട് ഉണ്ടാക്കണമെന്ന് പറയുന്നുണ്ട്. നമ്മൾ പൂവിടാൻ ഇവിടുന്ന് കൊണ്ടാറുണ്ട് കേട്ടോ. പൂവ് സാധാരണ വീട്ടിലിടാൻ വേണ്ടിയിട്ട് മാമ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരാറുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പൊട്ടിക്കാനായിട്ട് വന്നതാണ്. ഇതൊക്കെ അത് കാണിച്ചു തരാമല്ലോ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് വേണ്ട പൂ മാത്രമേ നമ്മൾ പിടിച്ചുള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കിട്ടോ. നല്ല രസമായിരുന്നു ബാക്ക് കാണാൻ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമുക്ക് വേണ്ട പൂവൊക്കെ പൊട്ടിച്ച് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് വന്നു. പിന്നെ ഫുള്ള് നാളത്തെ സ്കൂളിലേക്ക് വേണ്ട ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു, പോകേണ്ട ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു. പൂ പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും മുത്തശ്ശി അവൾക്ക് ആപ്പിൾ മുറിച്ച് കൊടുക്കുക കേട്ടോ. ആ പൂ പൊട്ടിച്ച ക്ഷീണം മാറാനുള്ള ആപ്പിൾ കഴിക്കലാണ്. അപ്പോൾ ഇത് ആപ്പിളൊക്കെ ഇരുന്ന് മുത്തശ്ശി മുറിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ മുത്തശ്ശിയുടെ അടുത്തായോണ്ട് കേട്ടോ അത്ര ഒതുങ്ങി ഇരുന്ന് കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തൊട്ടടുത്ത് സനേട്ടൻ്റെ അമ്മായിയുടെ വീടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി. അത് അവിടെ പോയിട്ട് കേക്ക്, നമ്മളെ തേങ്ങാ ബെന്നില്ലേ, അത് കഴിക്കുക കേട്ടോ. കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞു. കുറച്ച് ടൈം അങ്ങനെ ഞങ്ങൾ അവിടെ ചിലവഴിച്ചു കുറച്ച് സമയം. അപ്പം അമ്മായിനൊക്കെ കണ്ട് ഞങ്ങളിതാ വീട്ടിൽ വന്നു. ഇതാ പിറ്റേ ദിവസം ഒരുങ്ങി പോയിട്ടുണ്ട് ആൾ, പൂവൊക്കെ ഇട്ട് തലയിൽ വെച്ചിട്ടൊരു കുഞ്ഞു റോസ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കുഞ്ഞ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോസുമായിട്ട് കാണാം. ബൈ ബൈ.